ചെറുപ്പത്തിൽ ഒത്തിരി കഷ്ടപ്പെട്ട് ഉറക്കളച്ചിരുന്ന് കറണ്ട് കട്ടുള്ളപ്പോഴും മഴയത്തും കറണ്ട് പോകുമ്പോഴൊക്കെ മെഴുകുതിരി വെളിച്ചത്തിരുന്ന് മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിലൊക്കെ ഇരുന്ന് പഠിച്ച് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചത്തിരുന്ന് പഠിച്ച് അമേരിക്കൻ പ്രസിഡൻ്റായ എബ്രഹാം ലിങ്കൻ്റെയും നമ്മുടെ മുൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാമിൻ്റെയൊക്കെ കഥ കേട്ട് ഇൻസ്പയറായി അങ്ങനെ നല്ലവണ്ണം കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് പഠിച്ചിട്ടും ഇന്ന് ജീവിതത്തിൽ എങ്ങും എത്തിയിട്ടില്ല, ഒന്നും ആയിട്ടില്ല, ഒന്നും നേടിയിട്ടില്ല എന്ന് തോന്നുന്നവരുണ്ടോ? എങ്കിൽ നമുക്കും സംസാരിച്ചാലോ. ചെറുപ്പത്തിലൊക്കെ എൻ്റെ അമ്മക്ക് ഒരുപാട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അമ്മയപ്പൊക്കെ കഷ്ടപ്പെടുന്നത് ഇതുപോലെ മക്കൾ കഷ്ടപ്പെടാനുള്ള ഒരു അവസരം ഉണ്ടാകാതിരിക്കാനാണ്. നന്നായിട്ട് പഠിക്കുക, ഡിഗ്രി എടുക്കുക, ജോലി വാങ്ങുക, അങ്ങനെയാണ് സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ സന്തോഷവും സമാധാനവും ഒക്കെ ആയിട്ട് സമൂഹത്തിൽ ഉയർന്ന നിലയിൽ ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ. അങ്ങനെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന ക്ലാസ്സുകളിലെല്ലാം ഫസ്റ്റും സെക്കൻഡും അല്ലെങ്കിൽ 10-9 പേര് പഠിക്കുന്ന ക്ലാസ്സിൽ ഫസ്റ്റ് 10 അല്ലെങ്കിൽ ഫസ്റ്റ് 15 റാങ്ക്സിനുള്ളിലൊക്കെ പഠിച്ച് കഷ്ടപ്പെട്ട് വെച്ച് മാർക്ക് കുറയുമ്പോൾ കരഞ്ഞ് അങ്ങനെ ബുദ്ധിമുട്ടി വന്നിട്ട് ഇപ്പം നമ്മൾ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു എ ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ മൈ സ്കിൻ കെയർ റുട്ടീൻ എന്നൊക്കെ പറഞ്ഞ് വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഇടുന്ന ആളുകൾ വളരെയധികം പൈസ ഉണ്ടാക്കുന്നതും ലക്ഷറി ലൈഫ് ലീഡ് ചെയ്യുന്നതും ഫോറിൻ ട്രിപ്പ് പോകുന്നതൊക്കെ കാണുമ്പം ഒബ്വിയസ്ലി നാച്ചുറലായിട്ട് നമുക്ക് ഒരു മോറൽ ഡിഗ്രഡേഷൻ ഫീൽ ചെയ്യുന്നതിൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ അതിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ഉള്ളിലുള്ള ഈ ഒരു ഡീപ്പ് ഹേർട്ട് ഫീലിങ്സിന് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അതിന് മുൻപ് അതിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ള പഠിക്കുക, ജോലി നേടുക, സുഖമായിട്ട് ജീവിക്കുക എന്നുള്ള ഒരു ലൈൻ ഉണ്ടല്ലോ, അതിൽ തെറ്റൊന്നുമില്ല. അത് ഒരു നുണയുമല്ല. ഒരു കാലം വരെ അത് വളരെ സത്യമായിരുന്നു. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഫോർമുലയിൽ ഇടയ്ക്കൊരു മാറ്റം വന്നു. ഇപ്പോൾ കേരളത്തിൽ വിദ്യാഭ്യാസം പണ്ട് തൊട്ട് ഇന്നും വിദ്യാഭ്യാസത്തിന് നമ്മൾ ഒത്തിരിയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടാകാനുള്ള റീസൺ എന്താണെന്നറിയാമോ? കേരളത്തിൽ അന്ന് പോവർട്ടി അല്ലെങ്കിൽ ദാരിദ്ര്യത്തിൽ നിന്ന് ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ മിഡിൽ ഇൻകം ട്രാപ്പിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് അപ്പർ മിഡിൽ ക്ലാസ്സിലേക്ക് എത്താനായിട്ട് 3 പ്രധാന വഴികളാണ് പണ്ടുണ്ടായിരുന്നത്. ഒന്ന് സർക്കാർ ജോലി, ടീച്ചറാവട്ടെ, ക്ലർക്കാവട്ടെ, ഓഫീസറാവട്ടെ, പ്രൊഫസറാവട്ടെ, നേഴ്സാവട്ടെ. പക്ഷേ ഒരു സർക്കാർ ജോലി ഉണ്ടെങ്കിൽ ഒരു സ്ഥിര വരുമാനമുണ്ട്, പെൻഷനുണ്ട്, ബഹുമാനമുണ്ട്, നമുക്കൊരു പ്രഡിക്റ്റബിൾ ഗ്രോത്ത് നമ്മൾ റിട്ടയർമെൻ്റ് ആകുമ്പോഴേക്കും സാമ്പത്തികമായിട്ട് നമ്മുടെ ചുറ്റുപാടുകളിലും എല്ലാം ഉണ്ടാകും എന്നൊരു ഉറപ്പുണ്ടായിരുന്നു. രണ്ടാമതായിട്ട് പ്രൊഫഷണൽ ഡിഗ്രികൾ, മെഡിസിൻ അല്ലെങ്കിൽ എൻജിനീയറിംഗ്. മെഡിസിൻ ആണോ പോകുന്നത്, എൻജിനീയറിംഗ് ആണോ പോകുന്നതെന്നാണ് നമ്മളെല്ലാവരും കേട്ട് വളർന്നിട്ടുള്ള ഒരു ചോദ്യം. അല്ലെങ്കിൽ പിന്നെ CA, ലോയർ, ആ ഒരു ഓപ്ഷൻസാണ് നമുക്കുണ്ടായിരുന്നത്. ഇതിനകത്ത് അന്നത്തെ കാലത്ത് ഈ പറഞ്ഞ ഡിഗ്രീസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർ കുറവും അവരുടെ ആവശ്യം സമൂഹത്തിൽ കൂടുതലുമായിരുന്നു. ഈ യോഗ്യതകൾ നേടുന്ന ആൾക്കാർ കുറവായിരുന്നുകൊണ്ട് അന്നത്തെ നിലയ്ക്ക് ശമ്പളം ഈ ജോലികൾക്ക് കൂടുതലും ഉണ്ടായിരുന്നു. മൂന്നാമത്തെ ഓപ്ഷൻ എന്തായിരുന്നു? ഗൾഫിലേക്ക് പോകുക, വിദ്യാഭ്യാസം വഴി മികച്ച ഗൾഫ് അവസരങ്ങൾ ലഭിക്കുക, അല്ലെങ്കിൽ ITI പോലുള്ള കോഴ്സുകൾ ചെയ്യുക, പുറത്തേക്ക് പോവുക. ഇതായിരുന്നു നമ്മളുടെ നാട്ടിൽ ഒരു സാധാരണക്കാരനായിട്ടോ ഒരു പാവപ്പെട്ടവനായിട്ടോ ജനിച്ചിട്ടുണ്ടെങ്കിൽ മുകളിലേക്ക് സാമൂഹ്യപരമായും സാമ്പത്തികപരമായും ഉയർന്നു പോകാനുള്ള ഒരു 3 വഴികൾ ഇത് മാത്രമായിരുന്നു. വിദ്യാഭ്യാസമാണ് ഏറ്റവും സുരക്ഷിതമായ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് അന്നും ഇന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ് മലയാളികളുടേത്. ഇത് പതിറ്റാണ്ടുകളോളം ശരിയായിരുന്നു. ഇന്നും അതിൻ്റെ പ്രസക്തി ഒത്തിരിയധികം കുറഞ്ഞൊന്നും പറയാറായിട്ടില്ല. പിന്നെ എന്താണ് പ്രശ്നം? യോഗ്യതകളുടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻസ് നേടുന്നവരുടെ എണ്ണം കൂടുതൽ വർദ്ധിച്ചു. പണ്ട് 100 എൻജിനീയർ, 50 ഡോക്ടർ, 20 MBAക്കാരായിരുന്നു. ഇന്നോ ഒരു വർഷവും ആയിരക്കണക്കിന് ആളുകളാണ് പഠിച്ചിറങ്ങുന്നത്. കേരളത്തിൽ അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ പുറത്ത് അഡ്മിഷൻ എടുക്കുന്നു, അതായത് കേരളത്തിന് പുറത്തുള്ള കോളേജുകളിൽ അഡ്മിഷൻ എടുക്കുന്നു. അങ്ങനെ ഈ ഡിഗ്രികൾ, പ്രൊഫഷണൽ കോഴ്സുകളുടെ ഡിഗ്രീസ് എല്ലാം വളരെ കോമൺ ആയി ഒരുപാട് ആൾക്കാർ പഠിച്ചിറങ്ങുന്നു. അപ്പോൾ ഇത് സിമ്പിൾ എക്കണോമിക്സ് ആണ്. ആവശ്യമുള്ളതിനേക്കാൾ അധികം ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ വരുന്നു. ഇതിലാണ് ശമ്പളത്തിൻ്റെ ഒരു ഡിഫറൻസ് വന്നത്. ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യാനുള്ളപ്പോൾ നിങ്ങളില്ലെങ്കിൽ മറ്റേ ആളുണ്ട്, അപ്പോൾ പറയുന്ന ശമ്പളത്തിന് ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നു. പിന്നെ അത് കൂടാതെ ഇൻ്റർനെറ്റ് പുതിയ വിപണികൾ സൃഷ്ടിച്ചു. മുമ്പ് ഒരു അധ്യാപകന് 40 വിദ്യാർത്ഥികളായിരുന്നു കണക്കെങ്കിൽ ഇന്നൊരു യൂട്യൂബർക്ക് 40 ലക്ഷം ആളുകളാണ് സ്റ്റുഡൻസ് ആയിട്ടുള്ളത്. ഒരു അധ്യാപകന് ഒരു മുഴുവൻ സ്ഥാപനത്തേക്കാൾ വലിയ സ്വാധീനം ചെലുത്താൻ യൂട്യൂബ് വഴി കഴിയും, അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ക്ലാസ് വഴി കഴിയും. അപ്പോൾ ഈ ഇൻ്റർനെറ്റിൻ്റെ ഒരു വളർച്ച ലിവറേജ് വളരെയധികം ശക്തി പ്രാപിച്ചു.
അറ്റൻഷൻ നേടുക എന്നുള്ളത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു അസറ്റായിട്ട് മാറി. ഇതാണ് ഏറ്റവും വലിയ മാറ്റം സംഭവിച്ചത്. പണ്ടത്തെ കാലത്ത് എന്തായിരുന്നു ഏറ്റവും വലിയ അസറ്റ്? ഭൂമിയായിരുന്നു. ഭൂസ്വത്തൊക്കെ ഉള്ളവൻ രാജാവ്. പിന്നീട് അത് ഫാക്ടറികളായി, പിന്നീട് അത് നോളജായി. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് നോളജായിരുന്നു ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയും. ഇന്ന് അറ്റൻഷൻ. നിങ്ങൾക്ക് മറ്റൊരാളുടെ അറ്റൻഷൻ എടുക്കാൻ പറ്റുന്നുണ്ടോ? അതാണ് ഏറ്റവും വലിയ ഒരു അസറ്റായിട്ട് കരുതപ്പെടുന്നത്. ആരുടെ ശ്രദ്ധ പിടിച്ചെടുക്കാൻ പറ്റുന്നോ, ആർക്ക് ശ്രദ്ധ പിടിച്ചെടുക്കാൻ പറ്റുന്നോ അവരാണ് സാമ്പത്തികമായി പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ആൾക്കാർ. അതുകൊണ്ട് ഇൻഫ്ലുവൻസേഴ്സ്, യൂട്യൂബേഴ്സ്, കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ഇങ്ങനെ ഓൺലൈൻ കോച്ചസ്, അങ്ങനെ പേഴ്സണൽ ബ്രാൻഡ്സ്, ഇതെല്ലാം വലിയ വരുമാനം നേടാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് പ്രൊഫഷണലുകൾക്ക് വഞ്ചിക്കപ്പെട്ടതായി ഫീൽ ചെയ്യുന്നത്? ഇതാണ് നമ്മൾ ഇമോഷണലായിട്ട് ചിന്തിക്കുന്നിടത്താണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരു ഡോക്ടർ ചിന്തിക്കുന്നു ഞാൻ 8-10 വർഷം പഠിച്ചു. ഒരു എൻജിനീയർ ചിന്തിക്കുന്നു ഞാൻ എൻ്റെ ഫുൾ യൂത്ത് പഠിക്കാനായിട്ടും അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്പ് എക്സ്പീരിയൻസ് നേടുക എന്ന് പറഞ്ഞു കളഞ്ഞു. ഒരു അധ്യാപകൻ ചിന്തിക്കും ഈ ഇൻഫ്ലുവൻസേഴ്സിനേക്കാൾ കൂടുതൽ ഞാൻ കഷ്ടപ്പെട്ടു, പക്ഷേ എനിക്കതിൻ്റെ റിട്ടേൺ കിട്ടുന്നില്ല. ഇതൊരു വെറും അസൂയയല്ല. നമ്മുടെ മനസ്സിലെ യഥാർത്ഥ ചോദ്യം ഇതാണ്: ഞാൻ നിക്ഷേപം നടത്തിയതിന് ശേഷം നിയമങ്ങൾ മാറിയോ? സാമ്പത്തികമായ അവസ്ഥകൾ, സാമൂഹ്യപരമായ അവസ്ഥകൾ മാറിയോ? ഒന്ന് ചിന്തിച്ച് നോക്കൂ. എല്ലാവരും പറഞ്ഞതുകൊണ്ട് നിങ്ങളൊരു സ്ഥലത്ത് വീട് വാങ്ങുന്നു, പിന്നീട് ദേശീയപാത മറ്റൊരു പ്രദേശത്തു കൂടി പോകുന്നു, നിങ്ങൾക്ക് വഞ്ചിക്കപ്പെട്ടതായി തോന്നും. അതേ ബേസിക് ഇൻവെസ്റ്റ്മെൻറ്റ് റൂളാണ് നമ്മൾ എഡ്യൂക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പിന്നീട് റിട്ടേൺ അതിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. കേരളത്തിൽ നിരന്തരം താരതമ്യമുണ്ട്. ആരുടെ വീടാണ് വലുത്, ആർക്കാണ് കൂടുതൽ ശമ്പളം, ആരുടെ കാറാണ് വലിയത്, ആരുടെ കരിയറാണ് വലുത്, ആരാണ് കൂടുതൽ പൈസ ഉണ്ടാക്കുന്നത്. സോഷ്യൽ മീഡിയ ഇത് 10-20 ഇരട്ടിയാക്കി നമ്മളുടെ ആ ഒരു ഫീലിംഗ് കൊണ്ടുവരുന്നുണ്ട്. ഇത് സാമ്പത്തിക ചോദ്യമല്ല, മനഃശാസ്ത്രപരമായ ചോദ്യമാണ്. 15 വർഷം പഠിച്ച ഒരാൾ പ്രതീക്ഷിക്കുന്നത് ബഹുമാനം, സുരക്ഷ, അംഗീകാരം. ഇതൊന്നും കിട്ടാതെ വരുമ്പോൾ ഒരു നിരാശയും തളർച്ചയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പഴയ ഫോർമുല വിദ്യാഭ്യാസം ഈസ് ഈക്വൽ ടു വിജയം. പുതിയ ഫോർമുല വിദ്യാഭ്യാസം ഇൻറ്റു ലിവറേജ് ഈസ് ഈക്വൽ ടു വിജയം. നമ്മളുടെ എഡ്യൂക്കേഷൻ, നമ്മുടെ സ്കിൽസ്, നമ്മുടെ നോളജ് സമൂഹം മാറുന്നതിനനുസരിച്ച് ഫ്ലെക്സിബിളായിട്ട് ഉപയോഗിക്കാൻ ഒരു പക്ഷെ നമുക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. അതിൽ നമ്മൾ മലയാളികൾ പഠിക്കുക, ജോലി നേടുക എന്നുള്ളതിനപ്പുറത്തേക്ക് റിസ്ക് എടുക്കാൻ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. ബിസിനസ് സംരംഭം, ഇൻവെസ്റ്റ്മെൻറ്റ്, സപ്ലൈ ചെയിൻ, റിലേഷൻഷിപ്സ്, നെറ്റ്വർക്കിംഗ്, അങ്ങനെ നമ്മൾ എങ്ങനെയാണ് നമ്മൾക്കുള്ള ഓൾറെഡി ഉള്ള ഈ എഡ്യൂക്കേഷൻ എന്ന അസറ്റിനെ അല്ലെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത ഈ ക്വാളിഫിക്കേഷൻസിനെ ഉപയോഗിക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടില്ല. എങ്ങനെ ഇതിനെ സ്കെയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ വരുമാനം നേടുന്നവർ പലപ്പോഴും വിദഗ്ധതയും ലെവറേജും ഒരുമിച്ച് ഉപയോഗിക്കുന്നവരാണ്. ഉദാഹരണം ഡോക്ടർ പ്ലസ് യൂട്യൂബ്. നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ കേരളത്തിൽ തന്നെ ഉണ്ട്. അധ്യാപകൻ പ്ലസ് ഓൺലൈൻ കോഴ്സ്, എഞ്ചിനീയർ പ്ലസ് സ്റ്റാർട്ടപ്പ്, പ്രൊഫസർ പ്ലസ് കൺസൾട്ടിങ്, ലോയർ പ്ലസ് ഒരു പേഴ്സണൽ ബ്രാൻഡിങ്. ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നില്ല, എല്ലാവരും അതിലേക്ക് എത്തിപ്പെടുന്നില്ല എന്നുള്ളതാണ്. മിഡിൽ ക്ലാസ് മലയാളികൾ എന്ത് ചെയ്യണം? വിദ്യാഭ്യാസം ഉപേക്ഷിക്കരുത്. അതൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്രതികരണമായിരിക്കും. ഓൺലൈനിൽ വിജയിക്കുന്ന പലർക്കുമുള്ളത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. അതുപോലെ തന്നെ അവർ പറയുന്ന കാര്യത്തെക്കുറിച്ചുള്ള നോളജാണ്. ബിസിനസ് അല്ലെങ്കിൽ എന്തിനാണ് ഡിമാൻഡ് അത് പ്രൊവൈഡ് ചെയ്യാനുള്ള കഴിവാണ്. ഇതും വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണ്. ഒരു രണ്ടാമത്തെ എൻജിൻ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ചാനൽസ്, സക്സസ്ഫുൾ ആയിട്ടുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസസിനെ മാത്രമേ കാണുന്നുള്ളൂ. പരാജയപ്പെട്ട ചാനലുകൾ നമ്മൾ കാണുന്നില്ല, കടം വരുത്തി വെച്ച ആൾക്കാരെ നമ്മൾ കാണുന്നില്ല, അല്ലെങ്കിൽ ഇമോഷണലി ഡാമേജ്ഡ് ആയിട്ട് ഈ ചാനൽ വളരാതെയോ അല്ലെങ്കിൽ അതിൽ വരുന്ന ഓഡിയൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള നെഗറ്റീവ് കോമൻസൊക്കെ സഹിക്കാൻ പറ്റാതെ മാനസികമായിട്ട് തളർന്ന ആൾക്കാരെ നമ്മൾ കാണുന്നില്ല. ഒരു ഡോക്ടർ ഇൻഫ്ലുവൻസർ ആകണമെന്നില്ല, ഒരു അധ്യാപകൻ റീൽസിൽ നൃത്തം ചെയ്യണമെന്നില്ല. പക്ഷെ അവർക്ക് അവരുടെ അറിവിനെ അടിസ്ഥാനമാക്കി വിശ്വാസ്യത, പ്രശസ്തി, പ്രേക്ഷക സമൂഹമൊക്കെ നിർമ്മിക്കാൻ കഴിയും. നിങ്ങളൊരു അധ്യാപകനായി സ്കൂളിൽ പോയിട്ട് പഠിപ്പിച്ചിട്ട് വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷനിലേക്ക് എത്താൻ പറ്റുന്നില്ലെങ്കിൽ ട്രൈ ദ അതർ ഓൾട്ടർനേറ്റീവ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകളിലേക്കാൾ ഉയർന്ന് നമ്മളെ തന്നെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാനും വാല്യൂ ചെയ്യാനും പഠിക്കണം. ഒരു സെക്കൻഡ് ഇൻകം വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഒബ്വിയസ്ലി ഇൻഫ്ലുവൻസർ ആവാനോ അല്ലെങ്കിൽ ഏത് സ്ട്രീമിനാണോ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് അതിലേക്ക് നമുക്ക് ചിന്തിക്കാം. അവസരങ്ങളെ മുതലാക്കാൻ പഠിക്കണം, റിസ്ക് എടുക്കാൻ പഠിപ്പിക്കണം. മിക്സ്ചർ ആയിട്ടുള്ള ഒരു പ്രത്യേകതരം ഒരു എക്കണോമിക് സിറ്റുവേഷനിൽ കൂടെ ഭയങ്കരമായിട്ട് റാപ്പിഡായിട്ട് ചേഞ്ചസ് വരുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അഡാപ്റ്റബിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല മിഡിൽ ക്ലാസ് പ്രൊഫഷണലുകളുടെയും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് സിറ്റുവേഷൻ അടിമുടി മാറി. അപ്പോൾ പഴയ
പഠിച്ച പാഠങ്ങൾ പൂർണ്ണമായിട്ടും ഇപ്പോൾ നമുക്ക് ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അവസരങ്ങൾ ഇപ്പോഴും ഉണ്ട്. വിദ്യാഭ്യാസം, അച്ചടക്കം, കഠിനാധ്വാനം ഇതൊന്നും ഒരിക്കലും വിലയിടിഞ്ഞു പോകുന്നതല്ല. ഇതൊന്നും അണ്ടർ റേറ്റഡ് ആകുന്നുണ്ടെങ്കിലും ദീസ് ആർ ഓൾവേസ് അസറ്റ്സ്. അതിനൊപ്പം പുതിയ ലോകത്തെ എങ്ങനെ നമ്മൾക്ക് യൂസ്ഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇതിൻ്റെ പുതിയ കിടപ്പുകൾ മനസ്സിലാക്കി ഈ കളികൾ പഠിച്ചിട്ട് മുന്നേറാനായിട്ട് ശ്രമിക്കണം. ഇതൊരു വ്യക്തിയുടെ പരാജയമല്ല, ഇതൊരു തലമുറ മുഴുവൻ അനുഭവിക്കുന്ന വലിയ മാറ്റമാണ്. നമ്മൾക്ക് നമ്മുടേതായ രീതിയിൽ ഇതിനെ ഓവർകം ചെയ്യാൻ ശ്രമിക്കാം.